ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കേട്ടോ. സ്കൂൾ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൻസിൽ സ്റ്റാൻഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മുടെ ലസ്സി ഒക്കെ കൊണ്ടുവരുന്ന സംഭവം ഉണ്ടല്ലോ, കപ്പ്. അപ്പോൾ അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ കപ്പോ അതല്ലെങ്കിൽ പേപ്പർ കപ്പ് ഉണ്ടാവുമല്ലോ, അത് ഇതുപോലെ രണ്ടെണ്ണം എടുക്കുക കേട്ടോ. പിന്നെ മാഗസിൻ ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ പേജസ് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് എഡ്ജസും ഒരേ വണ്ണായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനിത് പ്രത്യേകമായിട്ടും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് റോൾ ചെയ്തപ്പോൾ എന്താ പറയുക, ഒരു ഭാഗം തിന്നായിട്ടും മറ്റേ ഭാഗം തിക്കായിട്ടും വന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് ഭാഗം ഒരേ വണ്ണായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫെവിക്കോളാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഗമ്മുണ്ടെങ്കിലും നിങ്ങൾക്കത് യൂസ് ചെയ്യാം കേട്ടോ, കാരണം പേപ്പറാണല്ലോ. അപ്പോൾ ഞാൻ 20 പേപ്പർ റോൾസാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ കറക്റ്റ് സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ പാത്രമൊക്കെ ഉണ്ടല്ലോ, പോട്ടുകൾ, അതിൻ്റെ എന്താ പറയുക, എന്താപ്പോൾ അതിന് പറയുക, അതിൻ്റെ അടപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം നമുക്ക് എന്താ പറയുക, റൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ എല്ലാവർക്കും അങ്ങനെ റൗണ്ട് കറക്റ്റായിട്ട് വരക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട്, ഈ സർക്കിളിൽ നമ്മുടെ ഈ രണ്ട് കപ്പുകളും എന്താ പറയുക, ഒട്ടിക്കാൻ ഉള്ള സ്പേസ് വേണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് കുറച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കാരണം രണ്ടും രണ്ട് അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ സൈസിൽ അവിടെ തന്നെ അതേപോലെ തന്നെ വെക്കാം കേട്ടോ, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ പേപ്പർ റോൾസ് എന്താ പറയുക, ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇനി നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിന്നാൽ മതി. ഒരിത്തിരി ലേറ്റ് ആവുന്നേ ഉള്ളൂ. ഗ്ലൂ ഗണ്ണാകുമ്പോൾ പെട്ടെന്ന് അത് ഒട്ടിക്കിട്ടും. കുട്ടികളൊക്കെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, കൈയൊക്കെ പൊള്ളാനുള്ള നല്ല ചാൻസ് ഉണ്ട്. എൻ്റെതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പേപ്പർ റോൾസും ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് ആർട്ട് ചാനലാണല്ലോ. അപ്പോൾ അതിൽ ക്രാഫ്റ്റ് കൂടി ഉൾപ്പെടുത്തിയാൽ വളരെ നന്നായിരിക്കും ഒരുപാട് സ്റ്റുഡൻസ് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. കാരണം എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അത് നിങ്ങൾക്കും എന്താ പറയുക, മനസ്സിനൊരു സംതൃപ്തി ആയിരിക്കും. നമ്മളൊരു നല്ലൊരു വർക്ക് ചെയ്യല്ലേ. കാരണം ഒരുപാട് സമയമാണ് നമ്മൾ വെറുതെ ഗെയിമൊക്കെ കളിച്ചിട്ട് വെറുതെ വേസ്റ്റാക്കി കളയുന്നതല്ലേ. അപ്പോൾ അതുപോലെ ആ ഒരു സമയമൊക്കെ നിങ്ങളിതുപോലെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ട് പേപ്പർ കപ്പും എന്താ പറയുക, ഈ റോൾസ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് കറക്റ്റാണോ അളവ് എന്നുള്ളത് നോക്കാം. കാർഡ്ബോർഡ് ചെറുതാവാൻ പാടില്ല, കുറച്ച് വലുതായാലും കുഴപ്പമില്ല, ചെറുതാവരുത് കേട്ടോ സർക്കിൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കപ്പും വെച്ച് നോക്കിയിട്ട് വേണം സർക്കിൾ കറക്റ്റാണോ നോക്കണേ. ഇനി നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്, ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളറാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കാരണം എന്താ പറയുക, വെള്ളം യൂസ് ചെയ്യാതെ വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വാട്ടർ കളറൊക്കെ ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വെള്ളം എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കളറ് ചെയ്തിട്ടുള്ളത് എന്താ പറയുക, ബ്ലറായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫാബ്രിക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ രണ്ട് കപ്പും കളർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ റെഡ് യൂസ് ചെയ്തേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് 2-3 കളേഴ്സ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താ പറയുക, ഈ മാഗസിൻസിൻ്റെ പേപ്പർ ആകുമ്പോൾ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കളറ് ചെയ്യുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ മങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഒന്നും പുറത്തേക്ക് കാണാനില്ലല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി ഈ കപ്പിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതേപോലെ ഈ ഒരു കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ട് കപ്പുകൾ ഇതേപോലെ തന്നെ
ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുക, സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിക്കണം, അപ്പോഴാണ് ആ ഒരു സംഭവം ഉണങ്ങി കിട്ടുള്ളൂ. കാരണം പേപ്പർ റോൾസാണ്, ചിലതൊക്കെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് 2 മിനിറ്റെങ്കിലും ഒന്ന് അമർത്തി പിടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡ്രൈ ആവട്ടെ. ഇനി നമ്മൾ മുകൾ ഭാഗത്തും ഗ്ലൂ ഗൺ തന്നെയാണ് അപ്ലൈ ചെയ്തത്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്താലും മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഫെവിക്കോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. 2 ലെയറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മുടെ ആ കാർഡ്ബോർഡ് ഉണ്ടല്ലോ, ആ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ തെർമോക്കോൾ ബോൾസ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. ചിലരുടെ കയ്യിൽ കളർഫുള്ളായിട്ടുള്ള തെർമോക്കോൾ ബോൾസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഭംഗിയുണ്ടാവും ആ ഒരു കളർഫുള്ളായിട്ടുള്ള ബോൾസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ വിട്ടുപോയി, ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ അനിയൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആളിത് കംപ്ലീറ്റ് ആയിട്ട് വേണത് എടുത്തുകൊണ്ട് പോകാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ സംഭവം ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ മോളും ഇതിന് വെയിറ്റ് ചെയ്യാണ്, ഇതേപോലെ അനിയൻ്റെ മോനും വെയിറ്റ് ചെയ്യാണ്. ചുരുക്കി പറഞ്ഞാൽ അവന് ചെറിയ ആളായതുകൊണ്ട് തന്നെ ആളെടുത്തുകൊണ്ട് പോയി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അവരെ കളറ്, പെൻസില് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, അവനത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ, വളരെ അടിപൊളിയാണ്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇതേപോലെ പുതിയ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമോ, വാട്ടർ കളർ ചെയ്യുമോ, പെൻസിൽ കളർ ചെയ്ത് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരോടാണ്, നമ്മുടെ ചാനലിൽ ഒരുപാട് വർക്കുകൾ പല മീഡിയംസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോന്നും ഓരോ പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. 1 മുതൽ സ്റ്റെപ്പ് 20 വരെയുള്ള ഡ്രോയിങ് ക്ലാസ്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് പല മീഡിയംസിലും ചെയ്യും. പക്ഷേ അതിന് മുന്നായിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും ഒരുപാട് വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.